നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പെട്ടെന്ന് ഈ ഒരു കാറ്റ്? മഴയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. നീ പറഞ്ഞതാ സത്യം. തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കടയാ. കാറ്റിൽ പറന്നു പോകാതെ കാത്തോളേ. വല്ലാത്തൊരു വൈബുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ആ പ്രകൃതിയുടെ ഭാവം മാറിയത്. സഞ്ജു അല്ലേ ഇത്? കൂടെ ഒരു പെണ്ണ്. വിവാഹത്തിന് വെക്കുന്ന ഫ്ലെക്സ് പോലുണ്ട്. ഇതവൻ തന്നെയാ. കൂടെയുള്ള പെൺകുട്ടി ആരാ? ഒന്നും അറിയാത്ത എന്നെ പാവം കുട്ടിയെ നീ അവളും കൂടെ ചേർന്ന് ചതിക്കായിരുന്നു അല്ലടാ? അല്ല, എന്താ ഇപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് ഇങ്ങോട്ട് വന്നത്? എന്റെ മകളെ കല്യാണം കഴിക്കാനിരുന്ന പയ്യനാ ഈ സഞ്ജയ്. ഓ, ഞാൻ വിദേശത്തായിരുന്നു. വന്നിട്ട് അധിക ദിവസം ആയിട്ടില്ല. ഇങ്ങനൊരു കഥ കേട്ടപ്പോ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അന്വേഷിച്ചറിയാൻ വന്നതാ. ലച്ചു അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ്. ഇക്കാര്യത്തിൽ അവൻ ഒരു തരത്തിലും തെറ്റുകാരനല്ല. എല്ലാരും കൂടി നിർബന്ധിക്കുമ്പോ ഒരു പെണ്ണിന് വാക്കുകൊടുത്ത കാര്യം അവൻ പറയുന്നുണ്ടായിരുന്നു. ഒരു നീചന്റെ കയ്യിൽ നിന്ന് ലച്ചുവിനെ രക്ഷിക്കാൻ ദേവിയായിട്ട് അവന് മനസ്സുണ്ടാക്കിച്ചത്. എല്ലാം അങ്ങനെയാ സംഭവിച്ചത്. നിങ്ങളുടെ മകൾക്ക് നല്ലൊരു പയ്യനെ കിട്ടും. ഇതിന്റെ പേരിൽ അവനെ വേദനിപ്പിക്കരുതെന്നൊരപേക്ഷ ലച്ചുവിനെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്റെ കൂടെ അവൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ? എത്രയോ തവണ. ലച്ചുവിന്റെ മുത്തശ്ശിയുടെ മാസബലിക്കും അവർ വന്നു. ഞാനല്ലേ അവർക്ക് സദ്യ വിളമ്പി കൊടുത്തത്. അന്ന് കുറെ കഴിഞ്ഞിട്ടാ അവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. പിന്നെ അടുത്തിടെ സഞ്ജി ഇവിടെ വന്നിരുന്നു. അവരുടെ വിവാഹ ആൽബം വാങ്ങാൻ സ്റ്റുഡിയോയിൽ വന്നു. അതെന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് ലച്ചുവിന് കൊറിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. മംഗലശ്ശേരി എന്നോ മറ്റോ ആണ് വീട്ടുപേര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.